റെയ്ഡിന് പിന്നാലെ കോഴിക്കോട് CPM നേതൃത്വത്തിൽ കടുത്ത വിഭാഗീയത. മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാണ്. വ്യക്തിപരമായ ആരോപണങ്ങളിൽ പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്നു എന്നാണ് പ്രധാന പരാതി. തുടർച്ചയായുള്ള ED പരിശോധന തെളിവില്ലാതെയാകില്ല എന്നും ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടും. മാസപ്പടി കേസിൽ കോഴിക്കോട് കഴിഞ്ഞ 2 തവണ ED നടത്തിയ റെയ്ഡിനെതിരെ ശക്തമായ പ്രതിരോധമാണ് CPM ജില്ലാ നേതൃത്വം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും നടത്തിയ റെയ്ഡിൽ വലിയ പ്രതിരോധം തീർത്ത് ജില്ലാ നേതൃത്വം രംഗത്തു വന്നിരുന്നില്ല. ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ ഉടലെടുത്ത വിഭാഗീയതയാണ് ഇതിന് കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. തുടർച്ചയായി ED പരിശോധന നടത്തുന്നത് തെളിവ് ലഭിക്കാതെയല്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതുകൊണ്ട് തന്നെയാണ് ഉടനടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതും സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിനോട് വിശദീകരണം ചോദിച്ചതും. വീണ ടിയുമായി സാമ്പത്തിക ഇടപാടില്ലെന്നും ഒരു തരത്തിലുള്ള ഇടപാടും ഉണ്ടായിട്ടില്ലെന്നുമാണ് നിഖിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചത്. യോഗത്തിൽ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നെങ്കിലും റിയാസിനോട് ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ മുഹമ്മദ് റിയാസിനെതിരെ ഒരു വലിയ വിഭാഗം ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ്. ജനം, കോഴിക്കോട്.